നിങ്ങളിൽ ഒരുവനായ ഒരു സാധാരണ പ്രേക്ഷകന്റെ ഒരു സാധാരണ റിവ്യൂ ആയി മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതിയെന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ആട് 3 ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ, അതേപോലെ നമ്മുടെ വിജയ് ബാബുവിന്റെ ഒക്കെ പ്രൊഡക്ഷനിൽ വരുന്ന ബ്രഹ്മാണ്ഡ കോമഡി ഫാന്റസി മെഗാ സീരിയലാണ് ആട് 3 എന്ന് പറയുന്നത്. അപ്പോൾ മെഗാ സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിൽ പലരും എന്നെ തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഒരുപാട് പോരായ്മകൾ വരുന്നുണ്ട്, അത് ഞാൻ എടുത്തു പറയാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആട് 1, 2 ആട് ഒരു ഫ്രാഞ്ചൈസ് ആണ്. അപ്പൊ ആട് 1, 2 എന്ന് പറയുന്ന 2 പടങ്ങളും നമ്മൾ എത്രത്തോളം ചിരിച്ച് മറിഞ്ഞ് എൻജോയ് ചെയ്ത് കണ്ട പടങ്ങളാണ്. അതിലെ ക്യാരക്ടർ പ്ലേസ്മെന്റും ക്യാരക്ടറുകൾക്ക് കൊടുത്ത പ്രയോറിറ്റിയും BGMസും എല്ലാം അടിപൊളിയായിരുന്നു. വളരെ സിമ്പിളായിട്ട്, എന്നാൽ എല്ലാവരെയും ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും പറ്റുന്ന രീതിയിലുള്ള വളരെ ലഘുവായിട്ടുള്ള ലളിതമായിട്ടുള്ള കോമഡികളും എത്ര മനോഹരമായിരുന്നു അല്ലേ. നമ്മളെല്ലാവരും തലകുത്തി മറിഞ്ഞ് ചിരിച്ച പടങ്ങളായിരുന്നു ഫസ്റ്റ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ട്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ ഇത് 2 സീരീസ് ആയിട്ടാണ്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും 2 സീരീസ് ആയിട്ടാണ് വരുന്നത്. നിങ്ങളിൽ ഒട്ടുമിക്കവരും ഈ പടം കണ്ടു കാണും, ഇല്ലെങ്കിലും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കാണും ഇതെന്താ. 2 ടൈം ലൈൻ, അതായത് ഇന്നത്തെ കാലഘട്ടം, കുറച്ച് പഴയ കാലഘട്ടം, അങ്ങനെ വ്യത്യസ്തമായ ടൈം ലൈനുകളെ കാണിക്കുന്ന ഒരു പടമാണ്. ടൈം ലൈനുകളും അതിന്റെ കൊളീഷനും ആ രീതിയിലാണ് ഇതിന്റെ കഥ പോകുന്നത്. ഓക്കെ, ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് അതിലേക്ക് വരുന്നില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടൈം ലൈനുകളാണ് ഇതിൽ ഒരു പ്രധാന റോള് വഹിക്കുന്നത്. ഡിഫറെന്റ് ടൈം ലൈൻ, അതിന്റെ കൊളീഷൻ, ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇതിലേക്ക് വരുമ്പോഴുള്ള ഗുണങ്ങളെ പറ്റി പറയാനാണെങ്കിൽ, അല്ലെ ഇതിന്റെ ഏറ്റവും മികച്ച കാര്യം എന്താണെന്ന് പറയാനാണെങ്കിൽ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, ഗ്രാഫിക്സ്, VFX ഇതിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ പടം തുടങ്ങുമ്പോൾ, ഞാൻ പോയ തിയേറ്ററിലാണോ എന്ന് എനിക്കറിയില്ല, പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ നമ്മുടെ പുകയുടെ പരസ്യമൊക്കെ ഉണ്ടല്ലോ, അതായത് ശ്വാസകോശം സ്പോഞ്ച് പോലെയൊന്നും ഇല്ലായിരുന്നു, ഡയറക്റ്റ് സിനിമ അങ്ങ് തുടങ്ങുകയായിരുന്നു. ഓക്കെ, ഡയറക്റ്റ് സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സൈഫൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഇന്ദ്രൻസ് ഒക്കെ നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ സീനാണ്. പറയാതിരിക്കാൻ പറ്റില്ല, വേൾഡ് ക്ലാസ് ആയിരുന്നു. ഒരു ഹോളിവുഡ് മൂവിയാണോ ഞാൻ കാണുന്ന ആട് തന്നെയാണോ, അതിൽ വേറെ ഏതെങ്കിലും ഹോളിവുഡ് മൂവിയുടെ ട്രെയിലറോ പരസ്യമാണോ എന്ന് ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള VFX വർക്കുകളായിരുന്നു പടം തുടങ്ങി ഫസ്റ്റ് സീനിൽ തന്നെ കാണാനുണ്ടായിരുന്നു. എന്നാൽ അത് തന്നെയാണ് ഇതിന്റെ പോരായ്മയും, VFX. കാരണം ആ തുടക്കത്തിൽ കണ്ട ആ ഒരു ഗ്രാഫിക്സിന്റെ ക്വാളിറ്റി അത് സ്റ്റേബിൾ ആയിട്ട് ഈ പടത്തിലുടനീളം ഉണ്ടായിട്ടില്ല. അത് ബഡ്ജറ്റിന്റെ പോരായ്മയാണോ അതോ സമയത്തിന്റെ പോരായ്മയാണോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും ഗ്രാഫിക്സ് ഇതിലെ പ്ലസ് പോയിന്റ് ആണെങ്കിൽ അതേപോലെ തന്നെ ഇതിന്റെ മൈനസ് പോയിന്റും ആണ്. എന്നാൽ ഞാനതിനെ വളരെ വലിയൊരു കുഴപ്പമായിട്ട് പറയുന്നില്ല, കാരണം അതിനേക്കാളും വലിയ കുഴപ്പങ്ങൾ ഈ സിനിമയിലുണ്ട്. ഓക്കെ, ഗ്രാഫിക്സ് ഇതിന്റെ പോരായ്മകളിൽ ഒന്നാണെങ്കിലും അത് ഏറ്റവും വലിയ ഒരു മേജർ പോരായ്മയൊന്നുമല്ല. കാരണം മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം, അത് ഇത്രയും അടിപൊളി ഗ്രാഫിക്സ് ഉള്ളൊരു പടം ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ദേ ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കൂടുതൽ സൈഫൈ ചിത്രങ്ങൾ, ഫാന്റസി ചിത്രങ്ങൾ മലയാളത്തിലേക്ക് വരാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ആട് 3 മാറും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇതിന്റെ അടുത്തൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജയസൂര്യയും അതേപോലെ മറ്റ് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ദേ ഹാവ് ഡൺ റിയലി വെൽ. അവർക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടേഴ്സ്, അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇതിലും അഴിഞ്ഞാടാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. കോമഡികളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ചിരിക്കാറുണ്ട്. ആട് 3 എന്ന് പറയുന്ന പടം നമ്മൾ പഴയ ആട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ആണ്, അതായത് കോമഡി പക്കയാണ്, അതേപോലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് പക്കയാണ്, VFX അടിപൊളിയാണ്. ചിലയിടങ്ങളിൽ ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ പോലും VFX അടിപൊളിയാണ്. പാകപ്പിഴകൾ എവിടെയാണ് വന്നത്? കാസ്റ്റിംഗിലൊന്നുമല്ല. കാസ്റ്റിംഗ് ചിലർ പറയാറുണ്ട്, എന്നാൽ ഒരിക്കലും കാസ്റ്റിംഗ് ഇല്ല. ഫുക്രുവിന്റെ ഒക്കെ ഉള്ള റോള് പയ്യൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അവനെ ഒന്ന് കുറ്റം പറയാൻ പറ്റില്ല, സംഭവം ഉള്ള. അപ്പൊ ഫുക്രു ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ക്യാരക്ടേഴ്സിന്റെ അഭിനയങ്ങളോ കാര്യങ്ങളോ ഒന്നും മോശമല്ല. ഇതിൽ പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡയറക്ഷനും അതേപോലെ എഡിറ്റിംഗും ആണ്. ഡയറക്ഷനും എഡിറ്റിംഗും എനിക്കറിയില്ല, മിഥുൻ മാനുവൽ തോമസ് തന്നെയാണോ ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഡൗട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് ബ്രഹ്മാണ്ഡമാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും മെഗാ സീരിയൽ തന്നെയാണ്, ഒരു പക്ക സീരിയൽ. നമ്മൾ ഏതൊരു സീരിയൽ ഡയറക്ടറിനെ കൊണ്ട് സെക്കൻഡ് ഹാഫ് ഡയറക്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഇതിനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴുള്ള ചില ഫൈറ്റ്സ്, ചില സീക്വൻസുകൾ, ചില സിറ്റുവേഷൻസ്, അതായത് ഒരു ഫോറിനറൊക്കെ വന്നിട്ടുള്ള കുറച്ച് ഒരു പെർട്ടിക്കുലർ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ ഫൈറ്റുകളുണ്ട്. അതേപോലെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റുകൾ, അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടെന്നുള്ളത് തന്നെ ഒരു സംഭവം നമുക്ക് കാണാം. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റ് എന്നുള്ള കിട്ടുകളെ അത് മായച്ചു കളയാം. ദ മെയിൻ തിങ് ഈസ് സെക്കൻഡ് ഹാഫിലെ ഡയറക്ഷനും എഡിറ്റിങ്ങും വളരെ അമേച്വർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്, അതുപോലെ VFX വർക്കുകൾ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ അമേച്വർ ആയിട്ടുള്ള രീതിയിലുള്ള എഡിറ്റിങ്ങും, ഒരുമാതിരി നമ്മൾ ക്യാപ് കട്ടിലോ VRലോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെയുള്ള കുറെ ട്രാൻസിഷൻസും സൂം ഷോട്ടുകളും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണോ ആണെന്ന് തോന്നിപ്പോറാണ്. പക്ക സീരിയൽ വിഷ്വൽ അങ്ങനെ തന്നെ, കളർ ഗ്രേഡിങ് അങ്ങനെ, വിഷ്വൽ അങ്ങനെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് അങ്ങനെ, പ്ലസ് ഈ പറയുന്ന കട്ട്സ്, എഡിറ്റ്സ് എല്ലാം
ഈവൻ ഡയറക്ടർക്ക് എന്ത് പറ്റി നടന്നു? ഇനി ആക്ഷൻ കൊറിയോഗ്രാഫറിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ആളുടെ മിസ്റ്റേക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഫൈറ്റ് നമുക്ക് ഒട്ടും നാച്ചുറൽ. ഒരു സീരിയലിൽ ഒരു ഫൈറ്റ് എങ്ങനെ ഉണ്ടാവും, ആ രീതിയിലേക്ക് ആ ഫൈറ്റ് മാറി. ഒരു മാസ് സംഭവം അല്ല വരുന്നത്. ഓക്കെ, ആടെ ഒരു കോമഡി പടമാണ്, എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാമെന്നൊരു ക്രിയേറ്റീവ് ഫ്രീഡം നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും വളരെ ശോകം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഡയറക്ഷനും എഡിറ്റിങ്ങും പരിപാടികളുമാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത്. പിന്നെ ഈ ടൈം ലൈനിന്റെ ഒരു സീനുണ്ട്, അതായത് പുതിയ കാലഘട്ടത്തിൽ നിന്ന് പഴയ കാലഘട്ടത്തിലേക്കുള്ള സ്വിച്ചിങ് ഉണ്ടല്ലോ. ആ സ്വിച്ചിങ് ഒക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്കത് വലിയ അരോചനം ഇല്ലാത്ത രീതിയിൽ കണക്ട് ആകുന്നുണ്ട്. ഒരു ടൈം ലൈനിൽ നിന്ന് വേറെ ടൈമിലേക്ക് വരുമ്പോൾ ചിലർക്ക് അത് അക്സെപ്റ്റബിൾ ആകാൻ വഴിയില്ല. എന്നാൽ ഒട്ടുമിക്ക ഒരു 90-95% ഓഫ് ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ടൈം ലൈൻ സ്വാപ്പിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ അത് നമുക്ക് അംഗീകരിക്കാം. എന്നാൽ ഈ ടൈം ലൈൻ സ്വാപ്പിംഗ് പക്ക ആണെന്ന് പറഞ്ഞാലും ഈ ടൈം ലൈനിന്റെ കൊളീഷൻ സമയത്ത് ഉണ്ടാകുന്ന ചില പിഴകൾ കാണാതിരിക്കാൻ പറ്റില്ല. അതേപോലെ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി തേർഡ് പാർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെയും നിർത്താതെ ഒരിടത്ത് കൊണ്ട് നിർത്താനേ പറ്റുള്ളൂ എന്നറിയാം. എങ്കിൽ പോലും ആ ഒരു ക്ലൈമാക്സ് കുറച്ചുകൂടി അതിനൊരു പഞ്ച് കൊടുക്കാമായിരുന്നു തോന്നി. ഇതിൽ എന്തോ ഒരു മിസ്സിംഗ് ആണ്. ആൻഡ് എൻഡ് ഷോട്ടിൽ കാണിക്കുന്ന കുറച്ച് എനിക്കറിയില്ല എങ്ങനെ വർണ്ണിച്ചു തരുന്നത്. കാരണം പടത്തിന്റെ തുടക്കത്തിൽ മാസ്മരികമായ കിടിലൻ വേൾഡ് ക്ലാസ് ലെവൽ VFX ആണെങ്കിൽ പടത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പം കണ്ണാപ്പി സാധനം, കോമഡി ഐറ്റം. നമ്മുടെ സ്പാർട്ട മൂവിയൊക്കെ കണ്ടവർക്കറിയാം. അതേപോലെ ഹെർക്കുലീസിന്റെ മൂവി ഉണ്ടല്ലോ, ഹെർക്കുലീസ് മൂവിയൊക്കെ കണ്ടവർക്കറിയാം. അതിലൊക്കെ ഒരു സീനുണ്ട്, നമ്മളിങ്ങനെ കൈ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും തീമഴ പോലെയൊക്കെ ചില സാധനങ്ങളൊക്കെ വന്ന് വീഴാൻ പോകുന്നതും ഒന്നും കൊള്ളാത്തതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. സ്പാർട്ട മൂവിയൊക്കെ കണ്ടവർക്കറിയാം. അങ്ങനെയുള്ള കുറച്ച് കോമഡി സാധനങ്ങൾ. ആ സാധനമൊക്കെ എന്തിനാണ് ഇതിൽ കോപ്പി അടിച്ച് ചാത്തനാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ക്രിയേറ്റീവ് ഫ്രീഡം ഒക്കെ ശരിയാണ്. ക്രിയേറ്റീവ് ഫ്രീഡം കോപ്പിയും തമ്മിൽ ഹ്യൂജ് വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കോപ്പിയടിയല്ല ക്രിയേറ്റീവ് ഫ്രീഡം. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. എന്നാൽ ഓവറോൾ ഈ പടം ഒരു പാക്കേജ് എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ കൊള്ളാം. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, എന്റെ കൂടെ വന്നവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ കണ്ട തിയേറ്ററിലിരുന്ന ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഈ പടം എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ചിരിക്കാനുണ്ട്. അടിപൊളി പടമാണ് ഇൻ ദ സെൻസ് ഓവറോൾ പാക്കേജ് എന്ന രീതിയിൽ നോക്കുമ്പോൾ അടിപൊളി പടമാണ്. പക്ഷെ പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ചെറിയ സ്കെയിലിൽ ഇറങ്ങിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിനെ ഒരു വളരെ ബ്രഹ്മാണ്ഡ ചിത്രം എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് എടുക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു ഭാഗപ്പടിയായിട്ട് മാത്രമേ തന്നെ കണ്ടാൽ മതി. ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായ പോരായ്മകൾ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് പാർട്ടിൽ പരിഹരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ റിവ്യൂ നിർത്തുകയാണ്. എന്നിരുന്നാലും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, എൻജോയ് ചെയ്യാനുണ്ട്. അത്രയും ഞാൻ പറഞ്ഞു. എൻജോയ്, പോരായ്മകളുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ സ്റ്റിൽ യു വിൽ ഹാവ് ലോട്ട് ഓഫ് ഫൺ. ഉറപ്പായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യും. ആ ഒരു ഗ്യാരണ്ടി ഞാൻ തരാൻ. ധൈര്യമായിട്ട് പോയി കാണാം. ആട് 3 പ്രോപ്സ്.